ഇലാഹ ഇല്ലല്ലാഹ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ വാക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇതേ രൂപത്തിൽ അങ്ങ് പുലരും, മറന്നുപോകും. വയൻസൗന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ പോലും മറന്നുപോകും. അതുകൊണ്ടല്ലേ ഹദീസിൽ പറഞ്ഞ ഖിയാമത്ത് നാൾ ഇവിടെ സംഭവിക്കൂല, അല്ലാഹ് അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നവരെ ഹദീസിലുണ്ട്. അപ്പോ അല്ലാഹ് അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടാവില്ല, ഇല്ല, അത് മറക്കുന്ന ഒരു സന്ദർഭം വരും. എന്താണ് അവരത് മറപ്പിക്കുന്നത്? അവരത് മറപ്പിക്കുന്നത് ഭൗതികതയും ഭൗതികതയുടെ സുഖങ്ങളും അതിന്റെ ആ ഉയർച്ചയും വളർച്ചയൊക്കെ കൂടിയിട്ട്. ശ്രദ്ധക്ക് മാറും ആളുകൾ, മൈൻഡൊക്കെ മാറും ആളുകൾ അതിൽ മാത്രമാണ്. ഇപ്പോഴെന്നെ നോക്കുങ്ങള് ഒരു മോഡേണിസം, കുറച്ച് പുതുമുള്ള ആൾക്കാരെ കാണാം. അവരിങ്ങനെ എന്ത് നിസ്കാരം, അതൊക്കെ ഒരു പഴമല്ലേ, നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, അതൊക്കെ ഒരു പഴയ ശൈലിയല്ലേ. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പുതിയ മാറ്ററിനോട് എങ്ങനെ കുറെയൊക്കെ ആടി, കുറെയൊക്കെ പാടി, കുറെയൊക്കെ സുഖിച്ച്, കുറെയൊക്കെ ഉല്ലസിച്ച്, അതാ സത്യത്തിൽ പേരുണ്ട്. അയാൾ അങ്ങനെയാണ് ചോദിക്കുമ്പോ ആ മുസ്ലിമാണ്, ഇതെന്റെ പേര് ഇതാണ് എന്നൊക്കെ പറയും. പക്ഷെ ഈ വക കാര്യങ്ങളൊന്നും ഇസ്ലാമീയത്തായി വായിക്കാൻ പറ്റിയ ഒന്നും ഇല്ല. ഇവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ആഖിറു സമാനിൽ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഇസ്ലാമിൽ നിന്ന് ശേഷിക്കുന്നത് പേര് മാത്രം, ഖുർആനിൽ നിന്ന് ശേഷിക്കുന്നത് പേജ് മാത്രം. ഖുർആൻ അവരകത്ത് പോലും ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ കുറെ കാലം ഉണ്ട് എന്നാണോ തോന്നുന്നത്? അല്ല, കാലം അടുത്തായിട്ടുണ്ടെന്നാ തോന്നുന്നത്. മനസ്സിലാക്കുന്ന അടുത്തായിട്ടുണ്ട് എന്നാണ്, അല്ലെ? അടുത്തായിട്ടുണ്ടെന്നാ മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, മതപഠനങ്ങളൊന്നും തീരെ അഭ്യസിക്കാതെ ഭൗതിക പഠനങ്ങൾ മാത്രം പഠിച്ചു വരുന്ന മുസ്ലിങ്ങളുണ്ട്, അല്ലേ? അല്ലേ? അതൊക്കെ ഇതിൽ ചേർത്ത് വായിക്കണം നമ്മള്. ഞാനാ പറഞ്ഞ അവര് നല്ല ബുദ്ധിയുള്ള കുട്ടികളാണ്, പൊട്ടന്മാരൊന്നുമല്ല. കാരണം 3-4 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാനുള്ള നല്ല കഴിവുള്ളവരാണ്. അവർക്ക് ഈ പഠനങ്ങളും വിഷയങ്ങളൊക്കെ കൊടുത്താൽ എളുപ്പത്തിൽ പഠിക്കാനും പ്രാക്ടിക്കലാക്കാനും കഴിയും. പക്ഷേ രക്ഷിതാക്കളായ വിഭാഗം എന്തു പറഞ്ഞു? അതുകൊണ്ടൊന്നും ഇപ്പൊ ഇവിടെ കാര്യം കിട്ടില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യം കിട്ടണമെങ്കിൽ ഇതിന്റെ പിന്നാലെ പോകണം. അങ്ങനെ അത് മാത്രം. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ, ഒട്ടനേകം പണ്ഡിതന്മാരുണ്ട് യുവാക്കളായിട്ട്, ഒരുപാട് ആളുകൾ ഉത്തരേന്ത്യയിലേക്ക് പോയതിനു ശേഷം എത്ര മാറ്റം അവിടെ വന്നു. അവരവിടെ പോയി, ഇവിടെയുള്ള ചെറുപ്പക്കാരായ ആൾക്കാർ, നമ്മളെ മലപ്പുറം കോഴിക്കോട് മാത്രമൊന്നുമല്ല, കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. അവരവിടെ പോയി നോക്കുമ്പോ പ്രായം വളരെ കൂടുതലായിട്ട് മക്കളും പേരക്കുട്ടികളൊക്കെ ആയ ആളുകളുണ്ട്. പക്ഷെ അവരിൽ ചിലര് അറിവിന്റെ കുറവ് കൊണ്ട് മാർഗ കല്യാണം വരെ കഴിച്ചിട്ടില്ല. ഖുർആനോത്തോടെ അറിവിന്റെ കുറവ്. നമ്മളെ നാട്ടിലിപ്പോ അങ്ങനെ ഉണ്ടാകാന്നുള്ള അപൂർവല്ലേ? മാർക്കം ചെയ്യാത്ത മുസ്ലിങ്ങളല്ലാത്തവർ പോലും ഇപ്പൊ മാർക്കം ചെയ്യുന്നുണ്ട് എല്ലാവരും. കാരണം ആരോഗ്യത്തിന് വളരെ കൂടുതൽ പെർഫെക്റ്റ് ആയ ഒരു വിഷയമാണ് മാർക്കം ചെയ്യാന്നുള്ളത്. അത് ആരോഗ്യശാസ്ത്രമൊക്കെ പറഞ്ഞ എല്ലാ ഡോക്ടർമാരും പറയുന്ന വിഷയം. പക്ഷെ അത്രത്തോളം ഇൽമില്ലാത്ത ആളുകളെ പിടിച്ചുയർത്തി വളർത്തിക്കൊണ്ടുവരാം. ഇപ്പോ നമ്മളെ ദർസിൽ നിന്ന് പോയ ഒരു കുട്ടിയുണ്ട് ബംഗാളിലേക്ക്, അവിടെ പഠിക്കാൻ പോകും. അപ്പൊ ആ കുട്ടിയുടെ അനുഭവം പറഞ്ഞു. അങ്ങനെ ആരൊക്കെയാണ്